ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു പേപ്പർ ഫ്ലവർ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 5 പേപ്പർ പീസസ് ആണ്, സർക്കിൾ പീസസ് ആണ് വേണ്ടത്. അത് 1.5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾസ് ആണ്. പിന്നെ ഒരു മാർക്കർ ഓർ സ്കെച്ച് പെൻ, പിന്നെ ഗ്ലൂ. ഇത്ര മതി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സർക്കിൾ പീസ് എടുത്തിട്ട് ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക. പിന്നെയും അതിന് ഹാഫാക്കുക. ഇനി നമ്മളത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മളെ സ്കെച്ച് പെൻ എടുത്തിട്ട് ഹാഫ് പോർഷനിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഹാഫ് പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് വീണ്ടും നേരത്തെ മടക്കി പോലെ ഹാഫ് ആക്കുക. എന്നിട്ടിപ്പോൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇതേപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ മടക്കി കൊടുക്കുക. നമുക്ക് ആ മടക്കിയ മാർക്ക് വരാനായിട്ടാണ് തിരിച്ച് മടക്കുന്നത്. ഇനി ഞാൻ ചെയ്യുന്ന പോലെ ഈ പീസ് ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം. നമുക്ക് ഇങ്ങനത്തെ ഒരു ഫോൾഡിങ് കിട്ടും. ഇനി നമുക്കിത് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു പെറ്റൽ പീസ് നമുക്ക് കിട്ടും. ഇതുപോലെ നമുക്ക് 5 എണ്ണം ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഒട്ടിക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ടൂത്ത് പിക്ക് എടുക്കുക. സൈഡിൽ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അവിടെ ഇങ്ങനെ ചെറിയൊരു ഫോൾഡിങ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി ഇതേപോലെ നമ്മൾ 4 എണ്ണം കൂടി ഉണ്ടാക്കണം. ടോട്ടൽ 5 എണ്ണം എന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പീസസും കൂടി ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി 4 പീസും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാ പീസസും കൂടെ ഒരുമിച്ച് ഒട്ടിച്ചിട്ട് നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണ്. നമുക്ക് വാൾ ഡെക്കറായിട്ടൊക്കെ വെക്കാൻ പറ്റിയതാണ്. ഇതേപോലെ കുറേ എണ്ണം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരുമിച്ചൊക്കെ വെക്കാം. ഞാൻ ഇവിടെ കുറച്ചെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.